കർണാടകയിലെ പ്രമുഖ ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയടക്കം 100-ലധികം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ കൂട്ടത്തോടെ കുഴിച്ചിട്ടു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കില്ലെന്ന് അറിയിച്ചു. അന്വേഷണം ഇപ്പോഴും തുടരുകയാണെന്നും പുരോഗതിയെക്കുറിച്ച് SIT ഡയറക്ടർ ജനറൽ സർക്കാരിനെ കൃത്യമായി അറിയിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നു. 100-ലധികം മൃതദേഹങ്ങൾ സംസ്കരിച്ചതായി ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച 16 സ്ഥലങ്ങളിൽ SIT പരിശോധന നടത്തി. ഇതിൽ 2 സ്ഥലങ്ങളിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയച്ച ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം കർണാടകത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേസ് രാഷ്ട്രീയവൽക്കരിക്കാനും പ്രതികളെ സംരക്ഷിക്കാനും BJP ശ്രമിക്കുന്നുവെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. കൂട്ടക്കുഴിമാടം ഒരുക്കാൻ ക്ഷേത്രത്തിലെ ഉന്നതർ തന്നെ നിർദ്ദേശം നൽകിയെന്ന് വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് BJP ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു തുടങ്ങിയത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് BJP കഴിഞ്ഞ ദിവസം വലിയ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ക്ഷേത്രത്തിന്റെ പേര് നശിപ്പിക്കാൻ ശ്രമം നടത്തുന്നു എന്നാണ് BJPയുടെ ആരോപണം. BJP നേതാവും പ്രതിപക്ഷ നേതാവുമായ R. അശോക ഈ വിഷയത്തിൽ നടത്തിയ ചില പ്രസ്താവനകൾ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചു. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി മതം മാറി ക്രിസ്ത്യാനിയായ ആളാണെന്നും അയാൾക്ക് വിദേശ സഹായം ലഭിക്കുന്നുണ്ടെന്നും R. അശോക ആരോപിച്ചു.